ഉത്തരകന്നഡ ഭരണകൂടത്തിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇതിനകത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എന്തോ നിർണായകമായ ചില ചർച്ചകൾക്ക് തുടക്കമാവുകയാണ് ഇതിനകത്ത്. വിജയകുമാർ, അല്പസമയത്തിനകം ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും ഈ 9-ാം നാൾ നമുക്ക് നൽകാൻ കഴിയുന്ന പ്രതീക്ഷാ നിർഭരമായ വാർത്ത അത് ഈ ലോറി കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ്. ആ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം അർജുനെ ആരോഗ്യത്തോടെ കണ്ടെത്തി എന്നൊരു വാർത്ത കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അവതരിപ്പിക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നടക്കുമോ എന്നറിയില്ല. വിജയകുമാർ, എന്തായാലും 9-ാം നാൾ പ്രതീക്ഷയുടെ നാളാണ്. 9-ാം നാൾ പ്രതീക്ഷയുടെ നാളാണ് വിജയകുമാർ. ശരി, ഉറപ്പായും അങ്ങനെ തന്നെ ആവട്ടെ ഹാഷ്മി. നമുക്ക് അർജുനെ കണ്ടെത്തി അദ്ദേഹത്തെ അടിയന്തര വൈദ്യസഹായമൊക്കെ എത്തിക്കാൻ വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. വളരെ ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ പുരോഗമിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. 3 ബോട്ടുകളിൽ എന്നാൽ നാവികസേനയുടെ 18 അംഗ സംഘമാണിപ്പോൾ ആ ഭാഗത്ത് തെരച്ചിൽ നടത്താനായി പോകുന്നത്. അവർക്ക് കൃത്യസ്ഥലത്തേക്ക് എത്തണം. അവിടെ അത് നിർത്തി അവിടെ ആഴത്തിലേക്ക് മുങ്ങി ഇതിൻ്റെ സ്ഥാനം ഇത് ഉയർത്തുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങളെ പറ്റിയുള്ള അതിൻ്റെ വേണ്ടുന്ന നടപടികളിലേക്ക് പോകണം. വീണ്ടും അവർ ആ യന്ത്രക്കൈകൾ തെരച്ചിൽ നടത്തുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്, അതിനടുത്തെത്തിയിട്ടുണ്ട്. അവിടെ ഒരുപക്ഷേ വലിയ അടിയൊഴുക്കും ഒക്കെ ഉണ്ടാകും. ഒരു മലവെള്ളപ്പാച്ചിലിന് സമാനമാണ്. അവിടെ കനത്ത മഴ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തുടർച്ചയായി ഇങ്ങനെ ഇടവിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴയൊക്കെ ആ പുഴയിലെ ജലനിരപ്പ് ഉയർത്താൻ പര്യാപ്തവുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അതിനെയൊക്കെ അതിജീവിച്ച് അവഗണിച്ച് വേണം ഈ രക്ഷാദൗത്യം ഇനി അടുത്ത മിനിറ്റുകളിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ഇപ്പോഴും കനത്ത മഴ പെയ്യുകയാണ്, കനത്ത മഴയും കാറ്റുമുണ്ട്. ഇത് രണ്ടും ഈ രക്ഷാദൗത്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളുമാണ്. അങ്ങനെ ആ മുങ്ങിക്കിടക്കുന്ന ആ ഭാഗത്തേക്ക് ആ ബോട്ടുകൾക്ക് എത്താൻ കഴിയണം, അവിടെ ഇറങ്ങണം, അവിടെ അത് ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ഉണ്ടാകണം. അതിന് വേണ്ട നടപടികളിലേക്കാണ് ഈ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന സംഘം ഇപ്പോൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അർജുൻ്റെ ലോറി തന്നെയാണ് അത് കണ്ടെത്തിയത് എന്നിപ്പോഴിതാ അവിടുത്തെ പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടം അത് പോലീസിനെ അറിയിച്ചു, പോലീസ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വേണ്ടുന്ന നടപടികളിലേക്ക് പോകുകയാണ്. എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ആലോചനകളാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നത്. ആ മേഖലയിലെ മുഴുവൻ റവന്യൂ, പോലീസ്, മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരാകെ അവിടെ എത്തിയിട്ടുണ്ട്. അവരവിടെ ഒരു യോഗം ചേരുകയാണ്. യോഗശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളുമായി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ അവർ പങ്കുവച്ചേക്കും. പ്രത്യേകിച്ച് അവിടുത്തെ കാഴ്വാർ MLA മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം എല്ലാ ദിവസത്തെയും തെരച്ചിലിൻ്റെ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുമായിരുന്നു. ഇന്ന് പലതവണ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതാണ്. ആ ഘട്ടത്തിലൊക്കെ വളരെ ശുഭകരമായ വാർത്ത വൈകിട്ടോടെ ഉണ്ടാകും, കാത്തിരിക്കുമെന്നാണ് പറഞ്ഞത്. ആ കാത്തിരിപ്പിനൊടുവിൽ 9-ാം ദിവസം ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ്. കണ്ടെത്തിയത് അർജുൻ ഓടിച്ച ട്രക്ക് തന്നെയാണ്, ലോറി തന്നെയാണ്. ഗംഗാവാലി പുഴയുടെ തീരത്ത് മൺകൂമ്പാരത്തിൽ അത് കുടുങ്ങിയിട്ടുണ്ട്. അതിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ പുറത്തെത്തിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലേക്ക് അവിടുത്തെ വിവിധ അതോറിറ്റീസ്, വിവിധ സേനാ വിഭാഗങ്ങൾ, കരസേന, നാവികസേന, അതുപോലെ ദുരന്ത നിവാരണ സംഘം ഒക്കെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന മറ്റ് ഏജൻസികൾ, കർണാടക റവന്യൂ വകുപ്പൊക്കെ കടക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ആ രക്ഷാപ്രവർത്തന മേഖലയിലേക്ക് നാവികസേനാംഗങ്ങൾ ഏതാണ്ട് 3-4 ചെറിയ ബോട്ടുകളിലായി 18 അംഗ സംഘം അവർക്ക് ആഴത്തിൽ വെള്ളത്തിൽ തെരച്ചിൽ നടത്താൻ പരിശീലനം ലഭിക്കുകയും അതിന് സാങ്കേതിക സൗകര്യങ്ങളുള്ളവരുമാണ്. അവരുടെ പരിശീലനം ശ്രദ്ധിച്ച ആ നാവികസേന അംഗങ്ങൾ ആ ഭാഗത്തേക്ക് തുടർച്ചയായി എത്തുന്നുണ്ട്. പക്ഷേ അവർക്ക് അവിടെ ഇറങ്ങാൻ കഴിയാത്തത് അവിടുത്തെ പ്രതികൂലമായ ജലത്തിൻ്റെ സ്വഭാവമാണോ എന്ന് നമുക്കറിയില്ല, അതോ മറ്റെന്തെങ്കിലുമാണോ എന്നതും നമുക്ക് ഈ ഘട്ടത്തിൽ വിശദീകരിക്കാൻ കഴിയില്ല. എന്തായാലും തുടർച്ചയായി ആ മേഖലയിലേക്ക് ഈ നാവികസേനാംഗങ്ങൾ എത്തുന്നുണ്ട്. അത് ഡൈവേഴ്സാണ്. അവർക്ക് അവിടെ ആഴത്തിൽ മുങ്ങി പരിശോധന നടത്തണം. ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് അവിടെ കനത്ത മഴ പെയ്യുകയും പുഴയിൽ ജലനിരപ്പ് ഉയരുകയും അടിയൊഴുക്ക് ശക്തമാവുകയും ചെയ്തത്. ആ സമയത്ത് ഈ വനപ്രദേശത്തിലൊക്കെ മഴ പെയ്തുകൊണ്ടാകാം മരങ്ങളൊക്കെ പുഴയിലൂടെ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ഏതായാലും അത്രയും തീവ്രമായ മഴ ഒരുപക്ഷെ നദിയുടെ ഉദ്ഭവ മേഖലയിൽ ഇല്ലാത്തത് കൊണ്ടാകാം ഏറെക്കുറെ എന്ന് വേണമെങ്കിൽ പറയാം തെളിഞ്ഞ വെള്ളമാണ്. വിസിബിലിറ്റി ഈ ഘട്ടത്തിൽ ഒരു പ്രശ്നമാവില്ല എന്ന് നമുക്ക് കരുതാം. അർജുൻ കയ്യകലത്തിൽ എന്ന് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ്. അർജുൻ കയ്യകലത്തിൽ തന്നെയുണ്ട്. അർജുനിലേക്ക് നമ്മളുടെ രക്ഷാദൗത്യത്തിൻ്റെ രക്ഷാകരങ്ങൾ ഇതാ എത്താൻ പോകുന്നു എന്ന പ്രതീക്ഷാ നിർഭരമായ വിവരമാണ് ഈ വൈകുന്നേരം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 9 ദിവസമായി നീണ്ട കാത്തിരിപ്പ്, 9 ദിവസത്തെ കാത്തിരിപ്പ്, 9 വർഷത്തെ കാത്തിരിപ്പ് പോലെ അങ്ങേറ്റം നമ്മളെ സങ്കടപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാത്തിരിപ്പായിരുന്നു. ആ കാത്തിരിപ്പിനൊടുവിൽ
വളരെ നിർണായകമായ സൂചനകളിലേക്കാണ് നമ്മുടെ രക്ഷാദൗത്യം എത്തിയിരിക്കുന്നത്. ആ സൂചന അത് പൂർണ്ണ ഫലപ്രാപ്തിയിലേക്ക് എത്താൻ ഇനിയും കുറച്ച് സമയം കൂടി എടുക്കും.